പെങ്ങളെ ഇവിടെ നമ്മുടെ VHR ഷാജിയുടെ വീട് ഇതാണോ? അതെ അതെ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാമോ? ചായക്കട നടക്കുന്ന കുഞ്ഞുമോനിക്ക് പറഞ്ഞു വിട്ടതാ, ഇവിടെ ഒരു തടി കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഹൈക്കായ എന്ന് വിളിക്കാവോ ഷാജിക്ക്? 3-4 മരങ്ങളുണ്ട്. ഏതാ ഉദ്ദേശിച്ചത്? ചന്ദനം. ചന്ദനം എന്തൂടെ ആരാ? ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. അതൊന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് വാ. ഏതാ? മറ്റേ തടി. ശരി. $1.5 ലക്ഷം വാങ്ങും. നീ എന്തെങ്കിലും പറഞ്ഞു ചവിട്ടിട അതിൽ കാത്തു കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോ അത്ര കഴിയും. തടിക്കിച്ചിരി വിളവ് കുറവാ. എന്റെ പൊള്ളിയാണ് അതിന്റെ വേരില്ലേ, അതിന് വിലയാ. പിന്നെന്താ പ്രശ്നം? അത് വിളവ് കുറവില്ലേ? അത് അത്രയും വണ്ണം വെക്കത്തുള്ളൂ, അതിന് കാശ് കിട്ടുന്നില്ലേ? വില എന്ത്? അതൊക്കെ എനിക്കറിയത്തില്ല, അതൊക്കെ നീ ഇത്തടുത്ത് ചോദിക്കണം. തടി കണ്ട് പക്ഷെ ഉദ്ദേശിച്ചത്ര വണ്ണമില്ല. എന്ത് വില ഭാഗം തോന്നുന്നു പറയാമോ? വണ്ണമില്ലെന്ന് ആരാ പറഞ്ഞത്? എനിക്കിവിടെ ഒരു 25,000 രൂപ കിട്ടണം. അതിൽ കുറച്ചുള്ള കച്ചവടത്തിന് ഞാനില്ല. എന്തെങ്കിലും ഒന്ന് കുറച്ച് തരണം. എന്താ അറിയോ, വെട്ടുകൂലി അത് ഇതൊക്കെ പോകുന്നതാ. ഒരു 5 രൂപ കുറച്ചിട്ട് 20 രൂപയ്ക്ക് അത് കച്ചവടം ഉറപ്പിക്കുക. ഇല്ല, പറ്റത്തില്ല. എനിക്ക് എന്തായാലും 25 കുറച്ചുള്ള കച്ചവടത്തിന് ഞാനില്ല. രണ്ട് ചെറുപ്പക്കാര് വന്നല്ലേടി, ആ വില വലിയ കൂടുതലാടി, മേടിച്ചതിന് കുറവേ. മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി നിങ്ങൾ സംസാരിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാ. പിള്ളാരെ, നിങ്ങൾക്ക് തടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പൈസ എനിക്ക് ഇവിടെ കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ. എന്താ രാവിലെ തുടങ്ങിയാലോ വിളി? എന്താ പറ്റി? ഞാൻ കാണിച്ചു തരാം, വാ, പുറകിലോട്ട് വാ. എന്തോ കാര്യം നീ പറയാ. നീ വാട, കാണിച്ചു തരാം. വെളുപ്പിനെ തുടങ്ങിയ വിളിയ, മനുഷ്യൻ ഉറക്കത്തുമില്ല. അയ്യോ, ഇവിടെ നിന്നെ മരം എന്തേ? ചന്ദനം. ഒന്നും പറയണ്ട. ഇന്നലെ സന്ധ്യക്ക് 2 കാലമാടന്മാർ വന്ന് ഇതിന് വില ഇട്ടിട്ട് പോയതാ. എന്താ വില ഇട്ട്? അവര് 20 പറഞ്ഞ്, ഞാൻ 25 പറഞ്ഞത്. ചന്ദനത്തിന് 25? നീ മണ്ണ ബുദ്ധിയാന്ന്? നിനക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലേ? ഇതിന് 1.5 ലക്ഷം രൂപ വില കിട്ടുന്ന സാധനമാ. എന്തായാലും പോയി. അവന്മാരെ അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. നമുക്ക് കേസ് കൊടുക്കണം. നീ എന്റെ കൂടെ വാ. കേസ് കൊടുക്കാനാ? ചന്ദനമരം മുറിച്ചാനാ? ഒരു മന്ന ബുദ്ധി ആദ്യം ഈ സാധനം വളർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. പിന്നെ ഇത് മുറിക്കണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഇത് രണ്ടും ചെയ്യാതെ ഇത് ഇവിടുന്ന് കട്ടോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കേസ് കൊടുക്കാൻ പോയാലേ ആദ്യം നിന്നെ പിടിച്ചകത്തിടും. 10 വയസ്സുള്ള ബുദ്ധിയുണ്ടോ ഇരിക്കുക? അങ്ങനെ എനിക്ക് മനസ്സിലായല്ലോ. കയ്യിൽ ഇന്നലെ 20,000 എണ്ണി കൈ തന്നതാളിയാ. എന്നിട്ട് അവരെ ഓടിച്ചു വിട്ടു. ഈ മനുഷ്യനെ കൊണ്ട് ഞാനങ്ങ് തോറ്റിരിക്കുവാടാ. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? നിങ്ങൾ അപ്പുറത്തെങ്ങാനും പോയിരിക്കും. എന്നാ നിങ്ങൾ എന്തെങ്കിലും അങ്ങ് ചെയ്തോ, ഞാനങ്ങ് പോയേക്കാവേ. ഒരു വിലയില്ലല്ലോ. അത് ഭയങ്കര വില കിട്ടുന്നതാടാ. അവനതല്ല ഉദ്ദേശിച്ചത്. പിന്നെ വിലയില്ലെന്ന് പറഞ്ഞ ഇയാളെ ഭാര്യയുടെ കാര്യം പറഞ്ഞു. നിനക്കേ എത്ര രൂപ ദാശ നീ അവിടുത്തെ സമ്മതിച്ചേക്കരുത്. നീ ഒരു കാര്യം ചെയ്യും, അത് നീ വന്നേരം. നീ എനിക്ക് മനസ്സമാധാനത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ പാലിന്റെ അകത്തൊരു കുളിയെ പൊടിച്ചിരുന്ന ഒരു പരിപാടിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ അത് തന്നെ ചെയ്യാം. പൈസ ഞാൻ രാത്രി 12 മണിക്ക് ഒന്ന് വെട്ടിക്കും. ഇല്ല, ഇന്ന് അവള് കട്ടിൽ കണ്ടാ പിന്നെ രാവിലെ എണ്ണിക്കത്തുള്ളൂ. ഈ പുളി കഴിക്കുന്നുണ്ട്. പൈസ ആ പൈസ